ജീവൻ്റെ വർണ്ണമാണ് സിന്ദൂരരേഖയിലെ സിന്ദൂരം. ഭൂമിയിൽ നിറമില്ലാത്ത ജലത്തിനാൽ ജീവൻ്റെ നാനാവർണ്ണമായി പൂർണ്ണയായി നിറയുന്നതാണ് ലക്ഷ്മി. ആ ലക്ഷ്മിയെയാണ്, ജീവൻ്റെ വർണ്ണത്തെയാണ് സിന്ദൂരരേഖയിലെ സിന്ദൂരം പ്രതിനിധീകരിക്കുന്നത്. മണ്ണും ജലവും ചേർന്ന, അഗ്നിയും ആകാശവും ചേർന്ന, സ്ത്രീയും പുരുഷനും ചേർന്ന ജീവൻ്റെ വർണ്ണം തന്നെയാണ് സിന്ദൂരരേഖയിലെ സിന്ദൂരം. സ്ത്രീകളുടെ സീമന്തവർണ്ണം മാഞ്ഞാൽ, വിധവകളായാൽ, സ്ത്രീയും പുരുഷനും വേർപിരിഞ്ഞാൽ ആഹ്ലാദത്തിൻ്റെ സ്വരം നിലച്ച് ജലത്തിൻ്റെ ജീവൻ്റെ യഥാർത്ഥ സത്തയായ ലവണരസം വർണ്ണങ്ങളെ നിറച്ച നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരായി പുറത്തു വരും. ഉത്സാഹമാകുന്ന ജീവിതം നഷ്ടപ്പെടാൻ ഇടവന്നാൽ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ജഡാവസ്ഥയിൽ കഴിയേണ്ടി വരും, വർണ്ണങ്ങളെ നിറയ്ക്കുവാൻ കഴിയാതെ, ഇല്ലേ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കണ്ണിൽ വർണ്ണങ്ങളെ സ്വീകരിക്കുവാൻ കഴിയാതെ എന്നേക്കുമായി നമ്മുടെ കണ്ണുകൾ അടയേണ്ടി വരും, അല്ലേ? വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സ്ത്രീയും പുരുഷനും തമ്മിൽ വേർപിരിയുന്നൊരവസ്ഥ.